പ്രിയപ്പെട്ടവരെ, ഞാൻ സുഭദ്ര സതീശൻ. എല്ലാവർക്കും നമസ്കാരം. കേരളം ഇന്ന് ലജ്ജ കൊണ്ട് തലതാഴ്ത്തുന്ന ഒരു വാർത്തയും കേട്ടുകൊണ്ടാണ് ഉണർന്നത്. കോഴിക്കോട് കടപ്പുറത്ത് നിന്ന് 16 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയെ കയ്യിലൊരു 4000 രൂപയും കീറിപ്പറിഞ്ഞ ദേഹവുമായിട്ട് പിങ്ക് പോലീസ് കണ്ടെടുക്കുകയുണ്ടായി. അവൾ വീട്ടുകാരോട് പിണങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരുപാട് ദൂരം സഞ്ചരിച്ച് കോഴിക്കോട് കടപ്പുറത്ത് എത്തിയതായിരുന്നു അത്രേ. അവളുടെ വീട്ടിൻ്റെ പശ്ചാത്തലം എന്താണെന്നോ അവൾ പിണങ്ങിയതിൻ്റെ കാരണം എന്താണെന്നോ അത്ര വലിയ കാരണമായിരുന്നു അത് എന്നോ ഒന്നും എനിക്കറിയില്ല. പക്ഷെ ഒരു 16 വയസ്സുകാരി അവിടെ നിന്ന് ഇറങ്ങി അത്രയ്ക്കൊന്നും കാര്യപ്രാപ്തി ഇല്ലാത്ത പാവം മനസ്സായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന സംഭവമാണ് പിന്നെ നടക്കുന്നത്. അവളൊരു മയക്കുമരുന്ന് മാഫിയയുടെ കയ്യിൽ പോയി പെടുകയും വളരെ നിർബന്ധമായിട്ട് അത് ഉപയോഗിക്കേണ്ടി വരികയും തുടർന്ന് അവളുടെ ശരീരം ക്രൂരമായി ആക്രമിക്കപ്പെടുകയും ചെയ്യുകയാണ്. എല്ലാവരും പിടിയിലായി എന്നാണ് കേട്ടത്. അതവിടെ ഇരിക്കട്ടെ. കേരളം 2 ദിവസം കഴിഞ്ഞാൽ അത് മറക്കും. പുതുവർഷ ആഘോഷത്തിലേക്ക് പോവുകയാണ്. അവരെല്ലാവരും കയ്യും വീശി ഈ ആഘോഷങ്ങളിൽ പങ്കെടുക്കും. നമ്മുടെ ഭരണവും നമ്മുടെ പോലീസും നമ്മുടെ നിയമ സംവിധാനവും ഒക്കെ അത്തരത്തിലായിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു ചർച്ചയ്ക്കും ഞാനില്ല. പക്ഷേ ഈ പെൺകുഞ്ഞിൻ്റെ ജീവിതം, അവളൊരു സെലിബ്രിറ്റി ഒന്നും അല്ലല്ലോ. അവളുടെ പിന്നാലെയും അവളുടെ പ്രശ്നങ്ങൾക്കൊപ്പവും നിൽക്കാനൊന്നും ആരും ഉണ്ടാവില്ല. സാധാരണ ഒരു വാർത്ത പോലെ ഈ വൈകുന്നേരം 4 മണിയാകുമ്പോഴത്തേക്കും തന്നെ അത് മാഞ്ഞു കഴിഞ്ഞു. അതിൽ വലിയ വലിയ വാർത്തകൾ സ്ക്രോളിംഗ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. നമ്മുടെ പെൺകുട്ടികൾ, നമ്മുടെ ആൺകുട്ടികൾ പരസ്പര വിശ്വാസം ഇല്ലാത്തവരായി, രക്ഷിതാക്കളിൽ വിശ്വാസം ഇല്ലാത്തവരായിട്ട്, അധ്യാപകരിൽ വിശ്വാസം ഇല്ലാത്തവരായി, നല്ല അയലുകളിൽ വിശ്വാസവും ഇല്ലാത്തവരായി, ഉപദേശം കൊണ്ടോ സ്നേഹം കൊണ്ടോ ഭീഷണി കൊണ്ടോ ശിക്ഷ കൊണ്ടോ ഒന്നും തന്നെ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരു തലത്തിലേക്ക് നീങ്ങി തുടങ്ങിയിട്ട് കാലം കുറയായി. മലയാളിക്ക്, പ്രബുദ്ധതയുടെ പേരിൽ അഹങ്കരിക്കുന്ന മലയാളിക്ക് ഇതൊക്കെ ശീലമാവുമായിരിക്കും. എല്ലാം നമ്മൾ ശീലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. ആ തരത്തിൽ ഇതും ഒരു ശീലമാവട്ടെ. വേദനിക്കുന്ന കുറച്ച് അമ്മമാരുടെ, എന്നെപ്പോലുള്ള അമ്മമാരുടെ മനസ്സിൽ ഇത് ഒരു നീറലായിട്ട് അവിടെ അങ്ങനെ കിടക്കുമതല്ലാതെ മറ്റെന്ത് ചെയ്യാൻ. നന്ദി.